പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. സന്തോഷമുള്ള ഹൃദയത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഒരുക്കിയ വലിയ കൃപയ്ക്കായി നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഞാൻ നിങ്ങൾക്കെല്ലാം ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ പകൽക്കാലത്തെ ധ്യാനത്തിനായിട്ട് യെശയ്യാ പ്രവചനം 44 അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്കായി വായിച്ച് കേൾപ്പിക്കുന്നു. നീ ഭയപ്പെടേണ്ട, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരുന്ന ദൈവം. ആരാണ് ഇന്ന് പകൽക്കാലം ദൈവം? നിങ്ങൾക്ക് ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളം നൽകുന്ന ദൈവം. 2, ഉണങ്ങിയ നിലത്ത് നീരൊഴുക്കിനെ നൽകുന്ന ദൈവം. പല വിഷയത്തിൽ നിങ്ങൾ ദാഹത്തിൽ ഇരിക്കുകയല്ലേ? മാൻ എങ്ങനെയാണ് ഒരു മാന് വെള്ളത്തിനായിട്ട് ഓടുവാൻ, വെള്ളം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് ഓടുന്നത്, ആയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചില പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി നിങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല. നിങ്ങളുടെ രോഗത്തിൻ്റെ സൗഖ്യത്തിനായി നിങ്ങൾ കാണാത്ത വൈദ്യന്മാരില്ല. സ്തോത്രം. നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്നും ഒരു നല്ല ഉപദേശം നിന്ന് നിങ്ങളെ കരയേറ്റുവാൻ നിങ്ങൾ പല കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോയി, നിങ്ങൾ കൗൺസിലിംഗ് നടത്തി, പല ഉപദേശങ്ങൾ നിങ്ങൾ പ്രാപിച്ചവരായിരിക്കാം. നിങ്ങൾക്ക് ദാഹമില്ലേ? ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് പരിഹാരം ഉണ്ടാകണമെന്ന്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ദാഹത്തെ മാറ്റുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. സ്തോത്രം. കർത്താവ് തൻ്റെ അടുത്തേക്ക് വന്ന ഒരു സ്ത്രീയോട് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. യേശു കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് അംഗീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ സാമീപ്യം നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ദാഹത്തിന് ശമനമുണ്ടാകുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളം നൽകുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. മരുഭൂമിയിൽ എവിടെയാണ് വെള്ളം? ഹാഗാറിന്റെ പൈതൽ കിടന്ന് കരഞ്ഞു നിലവിളിക്കുകയാണ്. അല്പം വെള്ളത്തിന് വേണ്ടിയാണ്, ഭക്ഷണത്തിന് വേണ്ടിയല്ല. അല്പം ദാഹമകറ്റി ജീവനെ ഒന്ന് പിടിച്ചു നിർത്തുവാൻ, ദാഹജലത്തിന് വേണ്ടി കരയുമ്പോൾ ആ കരച്ചിൽ കാണുവാൻ കഴിയാതെ അമ്മ അല്പം മാറി നിന്നുകൊണ്ട് പൊട്ടിക്കരയുക. ഒരമ്മയുടെ കരച്ചിലും ഒരു കുഞ്ഞിന്റെ കരച്ചിലും കൂടെ ഒരുമിച്ച് യോജിച്ച് സ്വർഗത്തിലേക്ക് ചെന്നപ്പോൾ ദൈവത്തിന് അവിടെ ഇരിക്കുവാൻ കഴിയുന്നില്ല. മരുഭൂമിയിലതാ ഒരു നീരുറവ പുറപ്പെടുവിച്ച് ദാഹിച്ച് കിടന്ന കുഞ്ഞിന് സമൃദ്ധിയായി വെള്ളം കുടിക്കുവാൻ ദാഹജലം മരുഭൂമിയിൽ കൊടുത്ത ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി നിങ്ങളുടെ ഉണങ്ങി വരേണ്ട തൊണ്ടയെ നനപ്പിച്ച് ആത്മാവിന്റെ നിയോഗത്താൽ നിങ്ങളെ ബലപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ഉണങ്ങിയ നിലത്ത്, വരണ്ട നിലത്ത് വെള്ളം കിട്ടത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് അതേ മാറി മാറി കുഴിച്ചിട്ടും മാറി മാറി വൈദ്യന്മാരെ കണ്ടിട്ടും മാറി മാറി ആരാധനകളിൽ സംബന്ധിച്ചിട്ടും മാറി മാറി പല കൗൺസിലേഴ്സിനെ കണ്ടിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിരാശ മാത്രം ലഭിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറഞ്ഞു, വരണ്ടുപോയ നിങ്ങളുടെ കണ്ണുകളെ നനപ്പിക്കുവാൻ, വരണ്ടുപോയ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പ്രത്യാശയുടെ കിരണത്തെ നൽകുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദാഹിച്ചിരിക്കുന്നവർക്ക് വെള്ളവും വരണ്ട നിലത്ത് നീരുറവയും നൽകുന്ന ശക്തനായ ഒരു ദൈവത്തെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മുൻപിൽ ഉയർത്തി കാണിക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങൾക്ക് ദാഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കുടിക്കുവാൻ ജലം ദൈവം നൽകാം. നിങ്ങളുടെ വരണ്ട അനുഭവത്തില്, നിങ്ങളുടെ തളർന്നു പോയ അനുഭവത്തില് ദൈവം നിങ്ങൾക്ക് പ്രത്യാശ നൽകാൻ പോകുക. എത്ര പേർക്ക് അത് വിശ്വസിക്കുവാൻ, എത്ര പേർക്ക് ദൂത് ഏറ്റെടുക്കുവാൻ സാധിക്കും? നിങ്ങളുടെ ജീവിതത്തിന്റെ വരണ്ട നിലത്തെ മാറ്റുന്ന, വരണ്ട നിലത്തെ അതേ മഴ പെയ്യിപ്പിച്ച, അതിനെ കുതിർത്ത് അതിന്റെ കട്ടകളെ തട്ടി ഉടപ്പിച്ച, പുതിയ വിത്ത് വിതപ്പിച്ച് അതിൽ നിന്നും നല്ല ഫലത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ ജീവിക്കുവാനുള്ള ദൈവിക നന്മ നൽകുന്ന ദൈവത്തെ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഓർത്തുകൊള്ളുക. ദൈവം വിശ്വസ്തനാണ്. സാരാഫത്തിലെ വിധവയുടെ വരണ്ട അനുഭവിക്കുന്നതിന് ദൈവം ഉയർച്ച കൊടുത്തെങ്കിൽ, അവളുടെ ജീവിതത്തിനകത്ത് ഒരു ഉയർച്ച ദൈവം നൽകിയെങ്കിൽ, അവളുടെ ജീവിതത്തിനകത്ത് നിറഞ്ഞു തുളുമ്പിയ ഒരു അനുഭവം അവളുടെ കുടുംബത്തിനകത്ത് ദൈവം കൊടുത്തെങ്കിൽ, എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളുടെ
വരണ്ട നിലങ്ങളെ മാറ്റി, നിങ്ങളുടെ ദാഹത്തെ മാറ്റി പ്രത്യാശയോടെ നിങ്ങളെ നയിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഈ ദൈവത്തെ മുറുകെ പിടിക്കുക, ഈ ദൈവത്തിൽ വിശ്വസിക്കുക. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ ഒറ്റ നാമമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. യേശുക്രിസ്തുവിന്റെ നാമം നിങ്ങളുടെ ദാഹത്തെ മാറ്റും, നിങ്ങളുടെ വരൾച്ച മാറ്റും. ദൈവത്തിൽ വിശ്വസിക്കുക, ഈ വചനത്തെ മുറുകെ പിടിക്കുക. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. എല്ലാവിധ ആശംസയും പ്രാർത്ഥനയും ഞാൻ നിങ്ങൾക്ക് കഴിക്കുന്നു. ഇന്ന് പകൽ വേളയിൽ ദൈവം നിങ്ങളുടെ ദാഹത്തെ മാറ്റും, നിങ്ങളുടെ വരൾച്ചയെ മാറ്റും. പ്രത്യാശയോടെ മുൻപോട്ട് പോവുക. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക. സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നെ അറിയിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വരണ്ട അനുഭവം ദൈവം മാറ്റട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.